അതിനിർണായകമായ ഒരു പോരാട്ടമായിരുന്നു. ചെന്നൈയുടെ മഞ്ഞപ്പടക്ക് ജയിച്ചേ തീരൂ എന്ന അവസ്ഥയായിരുന്നു. ആ സമ്മർദ്ദത്തിന്റെ നടുവിലേക്ക് ഗെയ്ക്വാദ് നേരത്തെ തന്നെ മടങ്ങിയപ്പോൾ സ്റ്റേഡിയം ഒന്ന് വിറച്ചുപോയി. പക്ഷേ ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് സഞ്ജു സാംസൺ ക്രീസിലെത്തിയപ്പോൾ അതൊരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു. അക്സർ പട്ടേലിനെതിരെ സഞ്ജു പായിച്ച ആ ലോഫ്റ്റഡ് കവർ ഡ്രൈവ് ഒരു സൂചനയായിരുന്നു. ഇന്ന് ചെന്നൈയുടെ രക്ഷകൻ ഈ മലയാളി തന്നെയാകുമെന്നുള്ള ഒരു പ്രധാന സൂചന. തുടക്കത്തിൽ സഞ്ജു കാട്ടിയ പക്വത ഏറെ ശ്രദ്ധേയമായിരുന്നു. ഒരു വശത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും താൻ എടുത്തുചാടി ഒന്നും ചെയ്യില്ലെന്നുറപ്പിച്ച പോലെ 19 പന്തിൽ 16 റൺസ് എന്ന നിലയിൽ അദ്ദേഹം നിലയുറപ്പിച്ചു. ആരാധകർ ഒന്ന് ആശങ്കപ്പെട്ടെങ്കിലും സഞ്ജുവിന്റെ മനസ്സിൽ വലിയൊരു കണക്ക് കൂട്ടലുണ്ടായിരുന്നു. കുൽദീപ് യാദവിനെതിരെ ആ സിക്സർ പിറന്നതോടെ പിന്നീട് കണ്ടത് സഞ്ജുവിന്റെ വിശ്വരൂപമാണ്. യാതൊരു റിസ്കുമില്ലാതെ ഗ്യാപ്പുകൾ കണ്ടെത്തി ഫോറുകൾ പായിച്ചും ഉറപ്പുള്ള പന്തുകൾ മാത്രം സിക്സറുകളിലേക്ക് പറത്തിയും സഞ്ജു കളം നിറഞ്ഞു. 12ാം ഓവർ എറിയാനെത്തിയ കുൽദീപിനെതിരെ 6-6-4 എന്നിങ്ങനെ പ്രഹരിച്ചുകൊണ്ട് കേവലം 32 പന്തിൽ അദ്ദേഹം തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുന്നുണ്ട്. മിച്ചൽ സ്റ്റാർക്കിനെ പോലുള്ള ഒരു ലോകോത്തര ബൗളറെ 12ാം ഓവറിൽ തുടർച്ചയായ 2 ഫോറുകൾക്ക് ശിക്ഷിച്ചത് സഞ്ജുവിന്റെ ആത്മവിശ്വാസത്തിന്റെ ആഴം കാട്ടിത്തരുന്നു. പിന്നീട് നടരാജിന്റെ 15ാം ഓവറിലും ആ മാന്ത്രികത ആവർത്തിച്ചു. വീണ്ടും 6-6-4 എന്നിങ്ങനെ ഡൽഹിയുടെ ബൗളിംഗ് നിരയെ സഞ്ജു അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭമാക്കി. ഒടുവിൽ 52 പന്തിൽ പുറത്താകാതെ 87 റൺസ് നേടി സഞ്ജു ചെന്നൈയെ വിജയതീരത്ത് എത്തിക്കുകയാണ്. 7 ഫോറുകളും 6 സിക്സറുകളും അടങ്ങുന്ന ഒരു മനോഹരമായ ഇന്നിംഗ്സ്. വിരാട് കോഹ്ലി എന്ന ചേസ് മാസ്റ്ററെ ഓർമ്മിപ്പിക്കുന്ന ഒന്നായിരുന്നു. ടീമിന് ആവശ്യമുള്ളപ്പോൾ നങ്കൂരമായും പിന്നീട് ആക്രമിച്ച് മുന്നേറാവുന്ന പടത്തലവനായും സഞ്ജു മാറി. ഈ സീസണിലെ സഞ്ജുവിന്റെ ഏറ്റവും മികച്ച പ്രകടനമെന്നതിലുപരി താൻ ചെന്നൈയുടെ യഥാർത്ഥ സേവിയറാണെന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. മൈതാനത്ത് ആവേശത്തിന്റെ അലയൊലികൾ ഉയരുമ്പോൾ, ഗാലറികൾ ഒരു സെഞ്ചുറിയുടെ പൂർണ്ണതക്കായി കാത്തിരിക്കുമ്പോൾ സഞ്ജു സാംസൺ എന്ന നായകൻ മറ്റൊരു ചരിത്രം കുറിക്കുകയായിരുന്നു. ക്രിക്കറ്റ് ലോകത്ത് ഏതൊരു ബാറ്ററുടെയും സ്വപ്നമാണ് 100 എന്ന മാന്ത്രിക സംഖ്യ. എന്നാൽ ആ 3 സംഖ്യയേക്കാൾ തിളക്കമുള്ളത് ടീമിന്റെ വിജയമാണെന്ന് സഞ്ജു തന്റെ പ്രവൃത്തിയിലൂടെയും വാക്കുകളിലൂടെയും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. 100 എപ്പോഴും സ്പെഷ്യൽ തന്നെയാണ്. അത് നേടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൽ ഒരു കായിക താരത്തിന്റെ സ്വാഭാവികമായ മോഹമുണ്ട്. പക്ഷേ ആ മോഹത്തേക്കാൾ വലുത് തന്റെ കൂടെ പൊരുതുന്ന പങ്കാളിയുടെ താളവും ടീമിന്റെ ലക്ഷ്യവുമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഒരു സെഞ്ചുറി പൂർത്തിയാക്കാൻ തനിക്ക് അല്പം സ്വാർത്ഥനാകേണ്ടി വരുമായിരുന്നു എന്ന സഞ്ജുവിന്റെ തുറന്നു പറച്ചിലിൽ അത്യന്തം ഹൃദ്യമാണ്. തന്റെ വ്യക്തിഗത നേട്ടത്തിനായി പന്തുകൾ പാഴാക്കാതെ മറുവശത്ത് തകർപ്പൻ ഫോമിൽ കളിക്കുന്ന പങ്കാളിക്ക് ആത്മവിശ്വാസം നൽകി കളി ജയിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. വ്യക്തിപരമായ റെക്കോർഡുകൾക്ക് പിന്നാലെ പോകുന്നവർക്കിടയിൽ ടീമിന്റെ വിജയത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷമാണ് യഥാർത്ഥ സംതൃപ്തിയെന്ന് സഞ്ജു അടിവരയിടുന്നു. ഒരു നായകൻ എങ്ങനെയാകണമെന്നതിന്റെ നേർചിത്രമായിരുന്നു ആ ഇന്നിംഗ്സ്. സഞ്ജുവിന്റെ മാനസികാവസ്ഥ ഇവിടെ എടുത്തു പറയേണ്ടതാണ്. താൻ പരാജയപ്പെട്ടാലും ടീം ജയിക്കണമെന്ന ചിന്താഗതിയുള്ള അപൂർവ താരങ്ങളിൽ ഒരാളാണ് സഞ്ജു സാംസൺ. ഇനിയും മത്സരങ്ങൾ വരാനുണ്ട്, ആ 100 തേടി വന്നേക്കാം എന്ന വാക്കുകളിൽ ആത്മവിശ്വാസവും അതേസമയം വിനയവും നിഴലിക്കുന്നു. തന്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസമുള്ള എന്നാൽ ഒട്ടും അഹങ്കാരമില്ലാത്തൊരു പോരാളിയുടെ മനസ്സാണത്. റെക്കോർഡുകളുടെ പുസ്തകത്തിലല്ല, മറിച്ച് ആരാധകരുടെ ഹൃദയത്തിലാണ് താൻ സ്ഥാനം പിടിക്കേണ്ടതെന്ന് സഞ്ജു വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. മലയാളികൾക്ക് സഞ്ജു വെറുമൊരു കളിക്കാരനല്ല, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യത്തിന്റെയും സഹപ്രവർത്തകരുടെ വളർച്ചയിൽ സന്തോഷം കണ്ടെത്തുന്ന വലിയ മനസ്സിന്റെയും പ്രതീകമാണ്. 100 റൺസ് എടുക്കുന്നതിനേക്കാൾ വലിയൊരു പാഠം, ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പാഠം അദ്ദേഹം ആ പച്ചപ്പുൽ മൈതാനത്തേക്ക് ബാക്കി വെച്ചു. ആ ബാറ്റിംഗ് ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ ഒരു സെഞ്ചുറി കുറിക്കപ്പെട്ടില്ലായിരിക്കാം. പക്ഷേ ഒരു യഥാർത്ഥ നായകന്റെ ഹൃദയഹാരിയായ ഇന്നിംഗ്സ് അവിടെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട സഞ്ജു ചേട്ടൻ മൈതാനത്ത് ബാറ്റ് വീശുമ്പോൾ അത് വെറുമൊരു കളി മാത്രമല്ല, മറിച്ച് ബാറ്റും പന്തും തമ്മിലുള്ള ഒരു മനോഹരമായ പ്രണയകാവ്യമാണ്. ഈ ചിത്രത്തിൽ നാം കാണുന്നത് ഒരു മത്സരത്തിലെ സർവ്വ പുരസ്കാരങ്ങളും തന്റെ കരുത്തുറ്റ കരങ്ങളിൽ ചേർത്തുവെച്ച സഞ്ജുവിന്റെ വശ്യമായ പുഞ്ചിരിയാണ്. തന്റെ അനായാസമായ ബാറ്റിംഗ് ശൈലിയിലൂടെ ഗാലറിയിലെ ആവേശം കൊള്ളിക്കുന്ന സഞ്ജു സാംസൺ
ക്രീസിലെ പൂർണ്ണമായ ആധിപത്യമാണ് ഈ പുരസ്കാരങ്ങളിലൂടെ അടയാളപ്പെടുത്തുന്നത്. ഈ മത്സരത്തിൽ സഞ്ജു കൈപ്പിടിയിലൊതുക്കിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ മാറ്റ് വർദ്ധിപ്പിക്കുകയാണ്. മൈതാനത്തിന്റെ നാലുപാടും പന്തെത്തിച്ച വശ്യതയ്ക്ക് ഓൺ ദി ഗോ ഫോഴ്സും അവാർഡും, ആകാശമുട്ടെ പന്തുകൾ പായിച്ച കരുത്തിന് സൂപ്പർ സിക്സഡ് അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി. സ്ട്രൈക്ക് റേറ്റ് കൊണ്ട് ബൗളർമാരെ വിറപ്പിച്ചതിന് സൂപ്പർ സ്ട്രൈക്കർ എന്ന പുരസ്കാരവും. എല്ലാത്തിനും മുകളിൽ ആ മത്സരത്തിന്റെ വിധി നിർണയിച്ച നായകനായി പ്ലെയർ ഓഫ് ദ മാച്ച് പട്ടവും അദ്ദേഹം സ്വന്തമാക്കി. ഇത് കേവലം പുരസ്കാരങ്ങളുടെ എണ്ണമല്ല, മറിച്ച് സഞ്ജു എന്ന പ്രതിഭയുടെ സമ്പൂർണ്ണ ആധിപത്യമാണ്. എതിരാളികളുടെ തന്ത്രങ്ങളെ തന്റെ ബാറ്റിന്റെ വീര്യത്താൽ നിഷ്പ്രഭമാക്കുന്ന സഞ്ജുവിന്റെ ഈ ക്ലീൻ ഷൂട്ട് ആരാധകർക്ക് വലിയൊരു ഉത്സവമാണ് നൽകുന്നത്. ശരിക്കും പറഞ്ഞാൽ സഞ്ജു ചേട്ടൻ ക്രീസിൽ നിറഞ്ഞു നിന്നാൽ പിന്നെ മറ്റാർക്കും അവിടെ സ്ഥാനമില്ലെന്ന് തെളിയിക്കുന്ന പ്രകടനമായിരുന്നു ഇന്നും കണ്ടത്.